കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നുകൂടിയിരിക്കുന്നു. ആരോഗ്യരംഗം മുതൽ യുദ്ധരംഗം വരെ, വിദ്യാഭ്യാസം മുതൽ വിനോദം വരെ AI എല്ലായിടത്തും കടന്നുകൂടിയിരിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ മാന്യതയെ തന്നെ വെല്ലുവിളിക്കുന്ന ഈ സാഹചര്യത്തിൽ 2026 മെയ് 25 പോപ്പ് ലിയോ 14 പുറത്തിറക്കിയ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റസ് എന്ന എൻസൈക്ലിക്കൽ ലോകമെമ്പാടും ശ്രദ്ധ നേടും. ഇന്ന് നമുക്ക് ആ ചരിത്ര പ്രധാനമായ രേഖയുടെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കുവാനായി ശ്രമിക്കാം. 1891 പോപ്പ് ലിയോ 13 മാർപ്പാപ്പ വ്യവസായ വിപ്ലവത്തിന്റെ വെല്ലുവിളികൾക്ക് മറുപടി നൽകിയത് രേരും നൊവാരും എന്ന എൻസൈക്ലിലൂടെയാണ്. അതുപോലെ പോപ്പ് ലിയോ 14 ഇന്ന് AI വിപ്ലവത്തിന് മറുപടി നൽകുകയാണ് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന എൻസൈക്ലിക്കിലൂടെ. 245 പാരഗ്രാഫുകൾ ഉൾക്കൊള്ളുന്ന ഈ എൻസൈക്ലിക്കിൽ മനുഷ്യ മാന്യതയെ സംരക്ഷിക്കാനുള്ള ചർച്ചിന്റെ ശക്തമായ ആഹ്വാനമാണ്. ഈ രേഖയിലെ ഏറ്റവും ശക്തമായ സന്ദേശം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡി-ആം ചെയ്യുക എന്നാണ്, അഥവാ ഡിസാം ചെയ്യുക എന്നാണ്. പോപ്പ് ലിയോ 14 AI യുദ്ധത്തിനും അധീനതയ്ക്കും ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നു. പ്രത്യേകിച്ച് മനുഷ്യജീവിതം, മരണത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സ്വയം പ്രവർത്തിക്കുന്ന ആയുധങ്ങളെ അദ്ദേഹം നിരാകരിക്കുന്നു. AI കാലഘട്ടത്തിൽ ന്യായമായ യുദ്ധം അഥവാ ജസ്റ്റ് വാർ എന്ന സിദ്ധാന്തം പഴഞ്ചനായി എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇത് ലോകമെമ്പാടുമുള്ള പല സർക്കാരുകൾക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. AI ഒരിക്കലും നിഷ്പക്ഷമല്ലെന്ന് പോപ്പ് ലിയോ 14 ഓർമ്മിപ്പിക്കുന്നു. ഓരോ ആൽഗോരിതവും അതിന്റെ സൃഷ്ടാക്കളുടെ മൂല്യങ്ങളും പക്ഷപാതങ്ങളും പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ AI മനുഷ്യനെ സേവിക്കാനും ചൂഷണം ചെയ്യുവാനും സഹായിക്കുന്നു. അതിനാൽ ശക്തമായ ആഗോള നിയന്ത്രണവും സ്വതന്ത്ര മേൽനോട്ടവും നൈതിക മാനദണ്ഡങ്ങളും അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റസിലെ മറ്റൊരു വിപ്ലവകരമായ ആശയം ഡേറ്റയെ പൊതുസമ്പത്തായി കാണണം എന്നുള്ളതാണ്. പോപ്പ് ലിയോ 14 ഡാറ്റയെ സ്വകാര്യ കമ്പനികളുടെ ഏകാധിപത്യത്തിൽ നിന്ന് വിടാൻ പാടില്ലെന്ന്, അഥവാ കമ്പനികളുടെ ഏകാധിപത്യത്തിൽ വിടാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ഡേറ്റ കൊളോണിയലിസം ശക്തമായ രാജ്യങ്ങളും കമ്പനികളും നിയന്ത്രിക്കുന്ന അവസ്ഥയുണ്ടാക്കും. മനുഷ്യരാശിക്ക് അത് വളരെ അപകടകരമാണെന്ന് അദ്ദേഹം പറയുന്നു. ഡേറ്റ മനുഷ്യരാശിയുടെ പൊതുസമ്പത്താണെന്നും അത് തന്നെ അതേപോലെ തന്നെ നിലനിർത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. AI ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടം, കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ, തെറ്റായ വിവരങ്ങൾ, സത്യത്തിന്റെ നഷ്ടം എന്നിവയെക്കുറിച്ചും പോപ്പ് ലിയോ 14 മുന്നറിയിപ്പ് നൽകി. AI വികസനം ലാഭത്തിനും കാര്യക്ഷമതയ്ക്കും മാത്രം പോരാ, നീതിക്കും ഐക്യത്തിനും പൊതു താല്പര്യത്തിനും കൂടി വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ട്രാൻസ് ഹ്യൂമനിസം അഥവാ മനുഷ്യനും യന്ത്രങ്ങളും തമ്മിലുള്ള അതിർത്തി ഇല്ലാതാക്കുന്ന ആശയങ്ങളെ പോപ്പ് ലിയോ 14 ഈ ലേഖനത്തിലൂടെ ശക്തമായി വിമർശിക്കുന്നു. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവന്റെ മാന്യതയെ യാതൊരു ആൽഗോരിതത്തിനും പങ്കുവയ്ക്കാനാവില്ലെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. സാങ്കേതിക വിദ്യ ജീവിതത്തെ മെച്ചപ്പെടുത്തണം. മനുഷ്യത്തിന്റെ സ്വഭാവം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായി അത് മാറാൻ പാടുള്ളതല്ല. മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് ഒരു സഭാരേഖ മാത്രമല്ല, ലോകത്തിനുള്ള ഒരു ആഹ്വാനമാണ്. നാം നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ മനുഷ്യരെ സഹിക്കുന്നതിന് വേണ്ടിയുള്ളതാണോ അതോ മനുഷ്യരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ളതാണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. പോപ്പ് ലിയോ 14 സന്ദേശം വ്യക്തമാണ്. AI നൈതികത, കരുണ, മാന്യത എന്നിവയുടെ വഴികാട്ടലിലൂടെ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. കാരണം അവസാനം വിഷയം യന്ത്രങ്ങളെ കുറിച്ചല്ല, അത് മഹത്തായ മനുഷ്യരാശിയെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. AI പൊതുസമ്പത്തായി കാണണമെന്ന പോപ്പ് ലിയോ 14 ആശയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.